ബി.ജെ.പി. പ്രതിനിധിയിലേക്ക് പോകുകയാണ്. ബി രാധാകൃഷ്ണ മേനോൻ. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഈ കഴിഞ്ഞ 5 വർഷം വലിയ ഫൈറ്റാണ് നമ്മൾ കണ്ടത്. ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള നിരവധി യുദ്ധങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി. വളരെ കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുക്കുകയായിരുന്നു. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് എന്ന് പറയാവുന്ന വിധത്തിൽ പല പ്രശ്നങ്ങളും ഒളിച്ചു വയ്ക്കുകയായിരുന്നല്ലോ പ്രതിപക്ഷവും. സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് പല കാര്യങ്ങളും ഒളിച്ചു വയ്ക്കുകയായിരുന്നല്ലോ. അതിൽ കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളിൽ വളരെ കൃത്യമായ ഒരു കാര്യക്ഷമമായ പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് ഗവർണർ മാറിയത് ഏത് സാഹചര്യത്തിലാണ്? ഗവർണർ പദവി എന്ന് പറയുന്നത് ആ ഭരണഘടനാപരമായി ഏറ്റവും ഏറെ പ്രാധാന്യമുള്ള ഒരു പദവി. അപ്പൊ ആ നിലയിൽ ആ ഭരണഘടനാ പദവിയോട് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവര് ആ പാർട്ടി രൂപം കൊണ്ടപ്പോ മുതലുള്ള ഒരു ഭരണഘടനാ വിരുദ്ധ സമീപനം, കാരണം രാജ്യത്തിന്റെ ഭരണഘടനയായോ നിയമത്തെയോ സമ്പൂർണമായി അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത സമീപനമാണ് എക്കാലത്തും CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്നത്. അപ്പോൾ അവര് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, നിയമം നടപ്പാക്കും, വിചാരണ ചെയ്യും എന്നൊക്കെ പറയുന്ന സമീപനമാണ് അവരുടെ പാർട്ടി. അപ്പൊ ആ പാർട്ടിയുടെ സമീപനത്തിന്റെ തുടർച്ചയായി സംസ്ഥാന സർക്കാർ ഗവർണറുടെ യാത്രയയപ്പ് ചടങ്ങിനെ പോലും മാറ്റി എന്നുള്ളതാണ്. കാരണം ചടങ്ങില്ലെങ്കിൽ പോലും കാണിക്കേണ്ട മര്യാദയില്ല, മാന്യതയില്ലാതെ പെരുമാറി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. കാരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ അടിസ്ഥാന സ്വഭാവം അവരിവിടെയും പ്രകടമാക്കി എന്ന് കേരളത്തിലെ ജനങ്ങൾ വരികയും. പിന്നെ കേരളത്തിന്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഗവൺമെന്റിനെ കൊണ്ട് പൊറുതിമുട്ടുന്ന വേണം, ഈ സർക്കാരിന്റെ തെറ്റായ സമീപനത്തെ ചോദ്യം ചെയ്യാൻ, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യാൻ, അതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനാ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഭാരതത്തിന്റെ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള പ്രതീതി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പോസിറ്റീവായി തന്നെ കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ കണ്ടിട്ടുമുണ്ട്. അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റി ആ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും. കാരണം യൂണിവേഴ്സിറ്റികളെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ആഫീസുകളാക്കി അധപ്പതിപ്പിക്കുന്ന സമീപനം, പാർട്ടി തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള വെറും വേദികൾ മാത്രമാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും യൂണിവേഴ്സിറ്റികളെയും അധപ്പതിപ്പിക്കുന്ന CPM-ന്റെ ധാർഷ്ട്യത്തോടെയുള്ള ഭരണത്തിനെതിരായി, സമീപനത്തിനെതിരായി, നോമിനേഷനെതിരായി ഭരണഘടനാ പദവിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനനുസൃതമായ തീരുമാനങ്ങൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എടുത്തപ്പോൾ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള പക്വതയോ പാകതയോ സമീപനമോ കേരളത്തിലെ പാർട്ടി ഭരണകൂടത്തിന് ഇല്ലാതെ പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ഉണ്ടായ പരസ്യമായ ഏറ്റുമുട്ടലിൽ വെല്ലുവിളിയിൽ നിന്നുമൊക്കെ നമുക്ക് ബോധ്യമായി. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഷടനോട് സാക്ഷ്യം എന്ന് പറയും പോലെ അവരുടെ സമീപനത്തിന് അനുസൃതമായ സമീപനമില്ലാതെ ഒരു പ്രദേശത്തും ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല. നമുക്കറിയാം, ആ പാർട്ടി എവിടെയൊക്കെ ശക്തി പ്രാപിക്കുന്നുവോ അവിടെയൊക്കെ മറ്റുള്ളവരെയൊക്കെ, അതിപ്പോ ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യം ഉണ്ടായാൽ അവർ ലീഗിനെ ഇല്ലാതാക്കും. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ കമ്മ്യൂണിസത്തിന് ആധിപത്യം ഉണ്ടായാൽ അവർ കോൺഗ്രസിനെ ഇല്ലാതാക്കും. BJP-യുടെ ശക്തി കേന്ദ്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ അവർ BJP-യെ ഇല്ലാതാക്കും, RSS-നെ ഇല്ലാതാക്കും. അതിൽ BJP-യും RSS-ഉം പലപ്പോഴും അവരുടെ ധാർഷ്ട്യത്തിനെതിരെ തിരികെ പ്രതികരിക്കാനോ ആ നിലയിൽ തന്നെ അതിനെ നോക്കിക്കാണാനോ തയ്യാറാകുന്നത് കൊണ്ട് കേരളത്തിന് സംഘർഷമാണ് എന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കാലം. പക്ഷെ ഇന്ന് അതൊക്കെ CPM ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ജനങ്ങളുടെ മുന്നിൽ ആത്തരം ഗുണ്ടായുസത്തിനൊന്നും പ്രസക്തിയില്ല എന്നൊക്കെ ബോധ്യം വന്ന ഒരു കാലഘട്ടത്തിൽ ഭരണകൂട ഭീകരതയെ, ഭരണ സംവിധാനത്തെ അവരുടെ ഇഷ്ടത്തിനൊത്ത് ഉപയോഗിക്കുന്ന ആ ധാർഷ്ട്യത്തോടെയുള്ള സമീപനം, അത് വിദ്യാഭ്യാസ മേഖലയിൽ, യൂണിവേഴ്സിറ്റികളിൽ, സഹകരണ മേഖലയിൽ, സഹകരണ ബാങ്കുകളിൽ, അവിടെയൊക്കെ കൊള്ളയടിക്കപ്പെട്ട സാധാരണക്കാരന് വേണ്ടി ശബ്ദം ഉയർത്താൻ, ആ വേദനിക്കുന്ന ആളുകളുടെ ദുഃഖം കണ്ടെത്താൻ, ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാധാരണക്കാരന്, ജീവിതം വഴിമുട്ടിപ്പോയ ആളുകൾക്ക്, അവരുടെ കുടുംബത്തിനും അവർക്കും അവർക്കുമൊക്കെ സഹായം നൽകുന്ന, അവർക്ക് പ്രതീക്ഷ നൽകുന്ന സമീപനം
ആശ്വാസം പകരുന്ന സമീപനം, അതൊക്കെ സ്വീകരിക്കാൻ ഒരു ജനകീയ എന്നായിട്ടുള്ള ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ, അങ്ങനെ പല കാര്യങ്ങളിലും ഇടപെട്ടപ്പോൾ അതിനെ പാർട്ടിക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റെജി ലൂക്കോസ് സൂചിപ്പിച്ചത്. അപ്പൊ ആ ഒരു അത് കേരളത്തിന്റെ മുഴുവൻ അഭിപ്രായമായതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാനിക്കുന്നില്ല, അദ്ദേഹത്തെ കാണാൻ പോലും പോയില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടെ നോക്കിക്കാണും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു വിവരക്കേടായി, വിവരമില്ലായ്മയായി, ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിന്റെ പ്രതീകമായി ജനങ്ങൾ അതിനെ വിലയിരുത്തും. തീർച്ചയായിട്ടും ഗവർണർ ജനകീയനായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം, ആശ്വാസം പകരണം. അപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം, സംഘർഷമുണ്ടായി കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ വീടുകളിലോ അല്ലെങ്കിൽ മരണപ്പെടുന്ന ദുഃഖിക്കുന്ന ആളുകളുടെ വീടുകളിലോ ഒന്നും ആശ്വാസം പകരാൻ മുൻകാലങ്ങളിൽ പലപ്പോഴും ഗവർണർമാർ ഇറങ്ങി വന്നതായിട്ട് കാണാത്ത ആളുകൾക്ക് അദ്ദേഹത്തെ പോലെ ഒരാൾ ആ ഒരു ദൗത്യം, ആശ്വാസം പകരാനുള്ള ദൗത്യം, ഇവിടെ ഏകപക്ഷീയമായ ഭരണമല്ല, ആ ഭരണത്തിന്റെ ഭരണകൂട ഭീകരത, പോലീസിന്റെ ധാർഷ്ട്യം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തും ജനങ്ങൾക്ക് ആശ്വാസകരമായി ഭരണഘടനയിലും ഭരണകൂടത്തിലും പ്രതീക്ഷ പകരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഗവർണറുടെ അവസരോചിതമായ പല നിലപാടുകളിലൂടെയും സാധ്യമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം ആശ്വാസം പകരാൻ എത്തുമ്പോൾ അത് ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ, ജനങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യത്തിനുള്ള വിശ്വാസം, ഭരണകൂടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങള് പോലീസിനെ ഞങ്ങൾക്ക് വേണ്ട, പോലീസിന്റെ പണി കൂടി ഞങ്ങൾ എടുക്കും, അല്ലെ പോലീസ് ഞങ്ങൾ പറയുന്ന പണി എടുക്കുന്നവരാണ്, കോടതി ഇവിടെ ആവശ്യമില്ല, ആ കോടതി എന്ത് തീരുമാനിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായി കോടതിയുണ്ട്, പോലീസുണ്ട് എന്ന് പറയുന്ന ആ ഭരണത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിക്കുന്ന പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾക്ക് അരിക്ഷിത ബോധമുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന സമീപനമായി, അവർക്ക് പ്രതീക്ഷ നൽകുന്ന നിലപാടുകളുമായി ധീരമായി ഇറങ്ങി വന്നു എന്നുള്ളതാണ്, ഇറങ്ങി നടന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആ നിലയിൽ കേരളത്തിലെ ജനങ്ങൾ എന്നും ഓർക്കും. അവരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ആ നിലയിൽ വളരെ ഉറച്ച സ്ഥാനം ലഭിച്ചിട്ടുണ്ട്, സ്ഥിരപ്രതിഷ്ഠ നേടുവാൻ. ഇങ്ങനെ ഒരു ഗവർണർ, നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ എന്നുള്ള പേര് വരും. അതുപോലെ ഗവർണർ എന്ന് പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള പേര് കേരളത്തിലെ സാധാരണക്കാരുടെ, കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള നിലപാടുകളുടെ രാജകുമാരനായിരുന്നു, നിലപാടുകളുടെ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ പ്രത്യേകമായി അനുമോദിക്കേണ്ടിയിരിക്കുന്നു, ആദരിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിനെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം അദ്ദേഹത്തെ കേരളം അംഗീകരിച്ചു എന്നതാണ് ഉയരുന്ന പ്രസക്തമായ ചോദ്യം.